ഹലോ, ഇവിടെ എങ്ങും അല്ലേ? നീ ഇത് കണ്ടോ? മനസ്സിലായില്ല? ഇടി ഇട്ട അപ്പി സ്വന്തമായിട്ട് മണ്ണിട്ട് മൂടുകയാണ് ആ പൂച്ച. അതിനാരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. വേറെ ഏതെങ്കിലും ജന്തു ഉണ്ടോ ഇങ്ങനെ? ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള ജന്തുവാണ് പൂച്ച. കോഴി മുട്ടയിടും, പശു പാല് തരും, പട്ടിയെ കൊണ്ട് കുരയ്ക്കാനെങ്കിലും കൊള്ളാം. ഇച്ചായ നീ പറഞ്ഞ പൂച്ച കൊണ്ട് എന്തേലും ഗുണമുണ്ടോ? എലിയെ പിന്നെ നിന്റെ അപ്പനാണോ പിടിക്കുന്നത്? പിന്നെ ഡെയിലി ഓരോ എലിയെ പിടിച്ചോണ്ടിരിക്കല്ലേ. ഒരു ഗുണമില്ലാത്ത ജന്തുവിന് അപ്പിയും മൂടാം, ഒരു പണിയില്ലാത്തവർക്ക് ദേ ഇങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യാം. പൂച്ചയുടെ ഒരു മഹത്വം. ആ ഓടി 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 മോള് ഇവിടെ ഇരി. നമുക്ക് നമ്മുടെ പൂച്ച എന്തുകൊണ്ടൊരു ദേശീയ മൃഗമാക്കാം, അത് അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. മോള് പോയി കുളിച്ചിട്ട് വാ. പപ്പയുടെ കിറുക്കൊക്കെ നമുക്ക് പിന്നെ കേൾക്കാം. പപ്പയുടെ കിറുക്ക് ഇന്ന് രാത്രി നിന്നെ കേൾപ്പിച്ചു തരാം കേട്ടോ. വേണ്ടേ? അത് ശരി, ഇത് പാര വരയ്ക്കുന്ന നിനക്ക് പപ്പ വരച്ചു തരാന്ന് പറഞ്ഞല്ലേ? പപ്പ വരച്ചിട്ട് മോള് സ്കൂളിൽ പോയത് തന്നെ. മമ്മ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് പപ്പ. ആണോ? സീനറി അല്ലേ? മമ്മ വരച്ച എന്താണെന്ന് പപ്പയ്ക്ക് അറിയാം. പറയട്ടെ? എന്നാ പറ. ഈ മലകളുണ്ടല്ലോ, ഇനി സ്പൈക്ക് വെച്ച സൂര്യൻ, ഇവിടെ ഒരു തെങ്ങ്, ഇവിടെ ഒരു പുഴ, ഒരു കുഞ്ഞു വീട്. ഇതല്ലേ മോളെ അമ്മ വരച്ചത്? സൂപ്പർ. അത്രയ്ക്ക് സൂപ്പർ ഒന്നുമല്ല, ഒരു കാര്യം മിസ്സിംഗാ. അതേത് കാര്യം? ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇച്ചായ, ഇതെന്ത് മാജിക്കാ? ഇതിലത്ര വലിയ മാജിക് ഒന്നുമില്ല കുഞ്ഞാടെ. വരയ്ക്കാൻ അറിയാവുന്നവനും അറിയാത്തവനും കുട്ടിക്കാലം മുതൽ വരയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പടമുണ്ട്. ആ പടമാണ് ഈ പടം. നമ്മുടെ അപ്പനപ്പാപ്പന്മാര് മുതൽ ജെന്നിമോളുടെ ജനറേഷൻ വരെ ആദ്യമായി വരയ്ക്കാൻ ശ്രമിക്കുന്നത് ഈ പടമായിരിക്കും. നമ്മൾ പിക്കാസോയും മൺവെട്ടിയൊന്നും അല്ലല്ലോ. അയ്യോ ഉടക്ക്. ജെന്നിമോളെ, പപ്പ ഇന്നേക്കും വരെ ഏറ്റവും നന്നായി വരച്ച പടം ഏതെന്നറിയോ? ഇല്ല. ദേ ഇത്. തരുമോ പരമായ ജന്മം, വരുമോ എന്നിണയാ